ലാസ്റ്റ് അവർ ഞങ്ങൾക്ക് ലാബായിരുന്നു. അപ്പോൾ പിന്നെ ലാബൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയിട്ട് ചാലയിൽ പോവാം, ഓണത്തിന് ആവശ്യമായിട്ടുള്ള വളയൊക്കെ മാലയൊക്കെ വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞു ഞങ്ങൾ PMGയിലുള്ള ഒരു ചായക്കടയിലാട്ടോ കയറിയത്. PMGന്ന് പാളയത്തോട്ട് പോകണ ആ വഴിക്ക് ഒരു ചായക്കടയുണ്ട്, അവിടെയാണ് കയറിയത്. അവിടെ ചിക്കൻ സമൂസ നല്ല ടേസ്റ്റ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കയറി ഒരു കോഫിയും സമൂസയൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചാലയിലോട്ടാണ് പോയത്. ഞാൻ ചാലയിൽ ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഉളുമാരായിട്ടും കൂടെ നടന്നു പോകും. എന്നെ അവർക്ക് എവിടെയെങ്കിലും എന്നോട് വല്ല വൈരാഗ്യമൊന്നും ഉപേക്ഷിക്കണമെങ്കിൽ അവിടെ വിട്ടിട്ട് പോയാൽ ഞാൻ അവിടെ കിടക്കും. കാരണം എങ്ങനെ ഇറങ്ങണമെന്നോ തിരിച്ചു വരണമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നും കൂടെ പോയത് വള മേടിക്കാനാണ് പോയത്, കുപ്പിവള വാങ്ങാനായിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആ റെയിൻബോ കളറിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കൊരു പിങ്കും ഗ്രീനും ആയിരുന്നു വേണ്ടെങ്കിൽ പോലും എനിക്ക് വേണ്ട ഗ്രീനോ പിങ്കോ അതല്ലായിരുന്നു. പിന്നെ ഞാൻ വളരെ വിഷമത്തോടെ അത് അവിടെ വെച്ചു. അപ്പോൾ പിന്നെ കീറി അതിനെ എടുത്ത് പിന്നെ അടുത്ത കടയിൽ കയറി. എനിക്ക് മാലയും നോക്കണമായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി അമ്മയുടെ കടയിൽ 2 മാല ഇഷ്ടപ്പെട്ട് നോക്കി വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ കണ്ട എല്ലാം കിടിലം സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഓരോന്നും ഒന്നിലൊന്നിലും മെച്ചം. പക്ഷേ അമ്മയുടെ കടയിലിരുന്ന ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ നിന്നൊന്നും പിന്നെ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ ദീപു അതുവഴി അവൾക്ക് ബസ് കയറുന്ന സ്ഥലം അതിൻ്റെ അടുത്താണെന്നും പറഞ്ഞാൽ അവൾ അതുവഴി നടന്നുപോയി. ഞങ്ങൾ രണ്ടും കൂടെ നടന്നു വന്നതാട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഒരുത്തി തിരിഞ്ഞു പോകണം. കാര്യം എന്താണെന്ന് വെച്ചപ്പോഴാണ് ഹെൽമെറ്റ് കടയിൽ വെച്ച് മറന്നുപോയത്. അതെടുക്കാൻ വേണ്ടി പോണ പോക്കാട്ടോ ഇത്. അങ്ങനെ പിന്നെ അവൾ ഹെൽമെറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളെ പോയ വഴിക്ക് ആരൊക്കെ കണ്ടോ അവരെല്ലാം ചോദിച്ചു ദീപു ഇവിടെ പോയി, ഞങ്ങളിനി അവളെ കൊണ്ട് കളഞ്ഞിട്ട് വന്നതാണോ എന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് എല്ലാവരും അവളെ തിരക്കി. ഞങ്ങൾ പറഞ്ഞില്ല, സേഫായിട്ട് അവൾ ബസ്സിൽ കയറി വീട്ടിലോട്ട് തന്നെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് അമ്മയുടെ കടയിലോട്ടാട്ടോ വന്നത്. ഞാൻ അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം വന്നേ എന്തോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ക്യാമറ എടുത്തപ്പോൾ കണ്ടു ഡീസൻ്റായിട്ട് അഭിനയിക്കണത്. പിന്നെ അപ്പയും വിളിച്ച് അപ്പയെ എൻ്റെ ശകടം അപ്പയെ ഓടിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നു. ബൈ ഗൈസ്.